പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ സേനാവിന്യാസം വർദ്ധിപ്പിക്കുന്നതിന് നടപടിയുമായി പാക് ഭരണകൂടം. ജൂലൈ 15-ലെ മുസഫറാബാദ് മാർച്ച് മുന്നിൽ കണ്ടാണ് നടപടി. അതിനിടെ പാക് ഭരണകൂടത്തിനെതിരായ ജനകീയ പ്രതിഷേധവും കൂടുതൽ ശക്തിയാർജിച്ചു വരികയാണ്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സർക്കാർ പ്രതിഷേധം ചെറുക്കാൻ കൂടുതൽ സേനയെ വിന്യസിക്കാൻ പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഫ്രോണ്ടിയർ കോർപ്സിന്റെ 4000 സൈനികരെയും പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ 5500 സൈനികരെയും കൂടെ പ്രതിഷേധം തടയുന്നതിനായി വിന്യസിക്കും. പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നിലവിലുള്ള 8000 സൈനികർക്ക് പുറമെയാണിത്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ പാക് ഭരണകൂടത്തിനും പാക് സൈന്യത്തിനുമെതിരെ പ്രതിഷേധം തുടരുകയാണ്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സർക്കാർ പാക് ഭരണകൂടത്തിന്റെ പാവ സർക്കാരാണെന്ന് പ്രക്ഷോഭകർ പറയുന്നു. പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് മുസഫറാബാദ് മാർച്ച് പ്രഖ്യാപിച്ചത്. പാക് ഭരണകൂടത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണമെന്നാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നിരോധനത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ 61 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ 200ഓളം പേരെ പാക് സൈന്യം വധിച്ചെന്നാണ് പ്രക്ഷോഭകർ പറയുന്നത്. ജനം, ഡൽഹി.